അസാനു, നമ്മളിന്ന് എങ്ങോട്ടാ പോകുന്നത്? നമ്മൾ ഇന്ന് പോകുന്ന ICEയിൽ കയറി പോകുന്ന ഫസ്റ്റ് ടൈമാണ് ഈ ക്രോൺ ഫാമിലോട്ട് പോകുന്നത്. എനിക്ക് പിന്നെ ബുക്കും മാവ് കാർഡൊക്കെ കിട്ടി, പിന്നെ ബിസ്ക്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു മറ്റേ ട്രെയിനിൽ. അങ്ങനെ ഞങ്ങൾ കുറേ നടന്ന് പോയപ്പോൾ നടന്ന് നമ്മൾ ആ കാണുന്ന കാടിനുള്ളിൽ കൂടെ അല്ലേ ക്രോൺ ഫാമിലോട്ട് പോയത്? ഞങ്ങൾ പിന്നെ ഈ കാട്ടിൽ കൂടെയൊക്കെ നടന്നു പോയി, കുറെ എൻജോയ് ചെയ്ത്. അങ്ങനെ കുറെ ഹോഴ്സിനെയൊക്കെ കണ്ട് ഞങ്ങള്. ഈ കുറെ നടന്നു പോയിട്ട് 2 ഹോഴ്സ് ഇങ്ങനെ നടന്നിരുന്ന് ഞങ്ങൾ കണ്ട്. അപ്പൊ ഞാൻ കുറെ എക്സൈറ്റഡ് ആയി, ഈ ഹോഴ്സ് ഒക്കെ വരുന്ന കണ്ടല്ലോ എന്ന്. അങ്ങനെ നമ്മൾ ക്രോൺ ഫാമിൽ എത്തിയ അസ്വാനുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ടാസ്ക് ആയിരുന്നു അതിൽ തൂങ്ങിയാടുക. അത് അവന് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത കാര്യമാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അവിടുത്തെ ഫാം ആനിമൽസിനെയൊക്കെ കാണാൻ വേണ്ടി പിന്നെ ഇറങ്ങി. പിന്നെ മെയിനായിട്ടുണ്ടായിരുന്ന അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഹോഴ്സസാണ്. അതിലെ മെയിൻ ആളായിരുന്നു ഇത്. അസോനു, ഇതിന് എന്തായിരുന്നു അസോനു പ്രത്യേകത ഈ ഹോഴ്സിന്? ഈ മുടിയൊക്കെ ചിമ്മിയിട്ടപ്പോ ഞാൻ വിചാരിച്ചു ഇങ്ങനെ മുടിയൊക്കെ പിന്നിട്ടപ്പോ ബൂട്ട്സ് ഷൂസ് പോലത്തെ കാലൊക്കെ അല്ലേ. പിന്നെ അവൻ മാത്രമല്ല, ഞങ്ങളും ഒത്തിരി ഇഷ്ടപ്പെട്ട് കളിച്ചൊരു പ്ലേ ആയിരുന്നു ഈ വാട്ടർ സ്പ്ലാഷ്. പിന്നെ സീബ്രയൊക്കെ കണ്ടു. പിന്നെ സീബ്രയ്ക്ക് ഫുഡൊക്കെ കൊടുത്തു. പിന്നെ ലയണ് ടൈഗറിന്റെ ഒക്കെ ഷോ തുടങ്ങിയപ്പോ അവിടെ ഈ കുറേ ഷോകളും ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ഈ മീറ്റൊക്കെ ഉണ്ട്, മീറ്റിൽ ഇവിടെ ഇങ്ങനെ കുത്തിയിട്ടു, അത് ടൈഗർ തിന്നു. ലയണിനെയും ടൈഗേഴ്സിനെയൊക്കെ വെച്ചിട്ടായിരുന്നു ഈ ഷോ. അപ്പോൾ ഈ ഷോ തുടങ്ങുന്നതിന് മുന്നേ അസ്വാൻ കുറച്ചൊന്ന് ഉറങ്ങിപ്പോയി. പക്ഷേ കറക്റ്റ് സമയം ലയണും ടൈഗറിൻ്റെയൊക്കെ എൻട്രി സമയത്ത് ആൾ എണീറ്റു. പിന്നെ ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈഗേഴ്സിനെയും ലയണിനെയൊക്കെ വെച്ചിട്ട് പുള്ളി കുറച്ച് ടാസ്കൊക്കെ ചെയ്യിപ്പിച്ച് അങ്ങനെ ഒരു ചെറിയ ഷോ ആയിരുന്നു. അതിൽ ഇവൻ ഇച്ചിരി അലമ്പനായിരുന്നു. പുള്ളി അത് കോമഡി ആയിട്ടൊക്കെ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തു. ഈ മീറ്റൊക്കെ പിടിക്കുന്നുണ്ട്, നോക്കിക്കോ, ഇങ്ങനെ നോക്കിക്കോ, ഇങ്ങനെ ചാടി മീറ്റൊക്കെ പിടിക്കും, നോക്കിക്കാണ്. ഇന്നിങ്ങനെ ചാടി ഒറ്റ പിടിയിൽ പിടിയും. നല്ല സ്പീഡ് ഒറ്റ ഇങ്ങനെ പിടിച്ചോളൂ. ഞങ്ങൾ ഈ ഷോ ഒക്കെ കണ്ട് ഇങ്ങനെ. പിന്നെ ഞങ്ങൾ ഇങ്ങനത്തെ ഇതിലോട്ട് കയറി. ഇത് പണ്ട് അവര് ഉപയോഗിച്ച സാധനങ്ങളായി വെച്ചിരിക്കുന്നത്. അവരുപയോഗിച്ച വെഹിക്കിൾസും പിന്നെ അവരുടെ ആ ഒരു സർക്കസ് ഫാമിൻ്റെ അല്ലെങ്കിൽ സർക്കസിൻ്റെ ഒരു ചെറിയ മിനിയേച്ചറൊക്കെ അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ലൊക്കേഷൻ മ്യൂണിക്കിൽ വെസ്ലിംഗ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞങ്ങൾക്ക് ഇത് കുറച്ച് കൂടുതൽ ദൂരമുള്ള ഒരു സ്ഥലമായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, കിഡ്സൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ഫാം. പിന്നെ ടിക്കറ്റ് പ്രൈസ് അഡൽട്ട്സിന് 15ഉം കിഡ്സിന് 10ഉം. സീ യു നെക്സ്റ്റ് വീഡിയോ. ചൂസ്.